മറ്റൊരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ വാർത്തയായി നമ്മുടെ മുമ്പിൽ നിന്നുള്ളത് CPIഎമ്മിൻ്റെ സംസ്ഥാന സമിതി യോഗം തിരുവനന്തപുരത്ത് ചേരുന്നു എന്നുള്ളതാണ്. പാർട്ടി സമ്മേളനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് യോഗത്തിൻ്റെ മുഖ്യ അജണ്ട എന്നാണ് അറിയുന്നത്. വയനാട് ദുരന്തത്തെ തുടർന്നുള്ള സാഹചര്യവും കേന്ദ്ര സഹായം വൈകുന്നതും ചർച്ചയാകും എന്നുള്ളത് കൂടിയുണ്ട്. ഷീജ വിശദാംശങ്ങളുമായി ചേർന്നു. ഷീജ, ഒറ്റ ദിവസമായിട്ടാണ് ചില സന്ദർഭങ്ങളിൽ 2 ദിവസത്തെ സംസ്ഥാന സമിതി യോഗമാണ് ചേരാറുള്ളത്. ഇന്നിപ്പോൾ ഒറ്റ ദിവസമാണോ? അതുപോലെ തന്നെ ഈ സംസ്ഥാന സമിതി യോഗത്തിന് ശേഷം തീരുമാനങ്ങൾ, CPIഎം തീരുമാനങ്ങൾ അത് വാർത്താക്കുറിപ്പായോ വാർത്താ സമ്മേളനത്തിലൂടെയോ പ്രതീക്ഷിക്കാമോ? തീർച്ചയായും ശരത്ത്, ഏതായാലും കഴിഞ്ഞ ദിവസം CPIഎമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേർന്നിരുന്നു. ഇന്നിപ്പോൾ ഒരു ദിവസത്തെ ഇതായിട്ടുള്ള സംസ്ഥാന സമിതി യോഗമാണ് ചേരുന്നത്. ഏതായാലും ഇതിൽ ശരത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ബ്രാഞ്ച് സമ്മേളനങ്ങൾ, പ്രത്യേകിച്ചും CPIഎമ്മിൻ്റെ സമ്മേളനങ്ങൾക്ക് നാളെ തുടക്കമാകുന്നൊരു പശ്ചാത്തലമുണ്ട്. അതുകൊണ്ട് തന്നെ സമഗ്രമായി ഈ വിഷയം കഴിഞ്ഞ ദിവസം സെക്രട്ടേറിയറ്റ് യോഗം പരിശോധിച്ചിരുന്നു, ചർച്ച ചെയ്തിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ചേരുന്ന സംസ്ഥാന സമിതി യോഗത്തിലും ഇത് ചർച്ചയാകുന്നതായിരിക്കും. നാളെ ബ്രാഞ്ച് സമ്മേളനങ്ങൾക്ക് തുടക്കമാകുന്ന ഒരു സാഹചര്യം കൂടിയാണ്. അതിനൊപ്പം തന്നെയാണ് ഈ പറയുന്നത് പോലെ തന്നെ വയനാടിൻ്റെ ഒരു പ്രത്യേക സാഹചര്യമുണ്ട്. വയനാടിൻ്റെ പ്രത്യേക സാഹചര്യവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും ഇതുവരെയുള്ള പ്രവർത്തനങ്ങൾ ഒക്കെ തന്നെ CPIഎം ഈ സംസ്ഥാന സമിതി യോഗത്തിൽ വിലയിരുത്തുന്നതായിരിക്കും. അതിൻ്റെ തുടർ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടും ഏതെങ്കിലും തരത്തിലുള്ള കൂടുതൽ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടോ എന്നതടക്കമുള്ള വിഷയങ്ങൾ ചർച്ച ഇന്നത്തെ യോഗത്തിൽ ചർച്ചയാകും എന്നുള്ളതിൽ സംശയമില്ല. അതിനൊപ്പം തന്നെ ഈ കേന്ദ്രത്തിൻ്റെ സമീപനം, പ്രത്യേകിച്ചും വയനാടിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ പോലും ഇപ്പോഴും ഇതുവരെയായി കേന്ദ്രം സംസ്ഥാനത്തിനെ സഹായിക്കുന്ന തരത്തിലുള്ള നിലപാടും പ്രഖ്യാപിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേന്ദ്രത്തെ സംസ്ഥാനം വീണ്ടും സമീപിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ ആ രീതിയിലുള്ള സമീപനങ്ങൾ ഏതൊക്കെ തരത്തിലായിരിക്കണം, അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധങ്ങൾ അടക്കം തുടക്കം കുറിക്കേണ്ടതുണ്ടോ എന്ന വിഷയങ്ങളൊക്കെ സമഗ്രമായി തന്നെ ഇന്ന് ചേരുന്ന ഈ യോഗത്തിൽ പരിശോധിക്കുന്നതായിരിക്കും, ചർച്ചയാകുന്നതായിരിക്കും. ഏതായാലും ഈ യോഗത്തിന് ശേഷം സ്വാഭാവികമായും CPIഎം സംസ്ഥാന സെക്രട്ടറി മാധ്യമങ്ങളെ കണ്ട് യോഗ തീരുമാനങ്ങൾ വിശദീകരിക്കുകയാണ് സാധാരണ രീതിയിൽ ചെയ്യുന്നത്. അത് ചില ഘട്ടങ്ങളിൽ വാർത്താ സമ്മേളനം വിളിക്കാറുണ്ട്, ചില ഘട്ടങ്ങളിൽ പത്രക്കുറിപ്പായും ഇറക്കാറുണ്ട്. ഏതായാലും ഇത് സംബന്ധിച്ച് നമുക്ക് ഉച്ചയോടുകൂടി തന്നെ കൂടുതൽ വ്യക്തത കൈവരിക്കാൻ സാധിക്കുന്നതായിരിക്കും. ഏതായാലും സംസ്ഥാന സമിതി യോഗം സമഗ്രമായി തന്നെ വിഷയങ്ങൾ പരിശോധിക്കുന്നതായിരിക്കും. ശരത്ത്. ശരി, ഷീജയാണ് AKG സെന്ററിന് മുന്നിൽ നിന്ന് ഇപ്പോൾ നടക്കുന്ന CPIഎം സംസ്ഥാന സമിതി യോഗത്തിൻ്റെ വിശദാംശങ്ങൾ, ലഭ്യമായ വിവരങ്ങൾ നൽകിയത്.